നമുക്ക് ആ റിസോർട്ട് ഞാനൊന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്താം. കാരണം ഈ റിസോർട്ട് ഒരു ലാൻഡ്മാർക്കാണ്. നമ്മൾ തുടർച്ചയായിട്ട് റിപ്പോർട്ട് ചെയ്ത സ്ഥലമാണിത്. ഈ റിസോർട്ടിൻ്റെ ഈ ഭാഗത്താണ് 180ഓളം ആളുകൾ കുടുങ്ങിക്കിടന്നത്. ഈ ആളുകളെയാണ് ഇവിടെ നൂറുദ്ദീനും സംഘവും രക്ഷിച്ചെടുത്തത്. നമ്മളിപ്പോൾ വന്നേക്കുന്ന സ്ഥലം ട്രൂ വാലി റിസോർട്ടാണ്. ഇവിടെയാണ് നൂറുദ്ദീനും സംഘവും ഒക്കെ 180ഓളം ആളുകൾ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നത് കണ്ടത്. നമുക്കിനി എനിക്കൊന്ന് ആ ഭാഗത്തേക്ക് പോവാം അല്ലേ? പുഞ്ചിരിമട്ടം ഭാഗത്തേക്ക് പോവല്ലേ? ഇവിടെ നിന്ന് ലാസ്റ്റ് ഗ്ലാസ് ബ്രിഡ്ജിലൂടെ അങ്ങോട്ട് പോകാൻ പറ്റും. ഓക്കെ. നമ്മുടെ ഈ ഇതിൻ്റെ ഇവിടുത്തെ ഓണർ സ്ഥലത്ത് നിങ്ങൾ അന്ന് ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ദുബായിലായിരുന്നു അന്ന് നൈറ്റിൽ. ഞാൻ നിങ്ങൾ അവിടെ ദുബായിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓ, ദുബായിൽ നിന്ന് നിങ്ങൾ വിളിച്ചു. ശരിയാണ്. ഓക്കെ. യൂനിസ് ഉണ്ട് ഇവിടെ. അവിടെ ഒരു സ്മെല്ലുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയതാണ്. അങ്ങോട്ട് താഴെയോ? ആണോ? അങ്ങോട്ട് അവിടെ പോയതാണ്. ഈ അന്ന് രാത്രിയിലേ ഇവിടെ കോട്ടേജിൽ ആൾക്കാരുണ്ടായിരുന്നു? ഇല്ല, നമ്മൾ ഗസ്റ്റിനെ എടുത്തിട്ടില്ല. നോ, നമ്മളതായത് ഇവിടെ ഒരുപാട് റെയിനുള്ള സമയത്തുണ്ട്. നമ്മൾ ഗസ്റ്റിനെ എടുത്തിട്ടേ ഇല്ല. അതായത് ലാസ്റ്റ് ഗസ്റ്റിനെ എടുക്കുന്നതെന്നാ? അത് ഒരു നമുക്കൊരു ഈ റെഡ് അലേർട്ടും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയിരുന്നല്ലോ. അപ്പം തന്നെ ഇല്ല, നമ്മൾ എടുത്തിട്ടില്ല. കാരണം വെച്ചാൽ ഇത്രയും ഒരു സിറ്റുവേഷൻ ബാഡ് ആവുകയാണെങ്കിൽ ഈ നാട്ടുകാരെ പോലല്ലോ പുറമെന്ന് വന്ന ആളുകൾക്ക് അത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നമ്മൾ ഗസ്റ്റിനെ എടുത്തിട്ടില്ല. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഇവർ ഈ റെഡ് അലേർട്ടൊക്കെ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇവർ ഗസ്റ്റിനെ എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. എനിക്കൊന്ന് ഇത് ഈ താഴേക്ക് പോകാം അല്ലേ? അതെ. ഈ അപകടം ഉണ്ടാവുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നത് യൂനിസ് ആയിരുന്നോ? യൂനിസ് നൂറുദ്ദീൻ ഉണ്ട്. ഇവിടെ നിന്നാണ് നമുക്ക് നിങ്ങൾക്ക് തന്നത്. ഫസ്റ്റ് ഒരു വിഷ്വൽ തന്നല്ലോ ഇവിടെ ഇത് സംഭവിച്ചെന്ന് പറഞ്ഞത്. അത് ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് പുള്ളി നിങ്ങൾക്കുള്ള വിഷ്വൽ തന്നിങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് എയർ ലിഫ്റ്റ് ചെയ്യണോ എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഹെൽപ്പിന് വേണ്ടിയിട്ട് പുള്ളി അവിടെ നിന്നാണ് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തത്. നമ്മളെ വിളിച്ചത് ഈ സ്ഥലത്ത് നിന്നാണ്. ഇത് ആലോചിക്കുമ്പോഴാണ് നമുക്കിപ്പോഴും ആ ഒരു ഭയം മാറിയിട്ടില്ല. അന്ന് പക്ഷേ ഈ ആൾക്കാർ ഓടിക്കൂടി ഇത് എവിടെയൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും? അത് ആക്ച്വലി ഇതാണല്ലോ ഉരുൾ പൊട്ടിയ സ്പോട്ട്. അപ്പോൾ അവിടെ എല്ലാം കുറേ വീടുകളുണ്ട്. അപ്പോൾ നൂറുദ്ദീൻ യൂൻസ് എല്ലാം ഇവിടെ നമുക്ക് ഗസ്റ്റിൻ്റെ എടുത്തിട്ടില്ല. ഇതെല്ലാം വേക്കൻ്റായി കിടക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു മഴയും സൗണ്ടെല്ലാം കേട്ടപ്പോൾ ഇവരിതിൽ ഇറങ്ങി ഓടി യൂൻസും ടീമെല്ലാം. അവിടെ ഒരു നടവഴിയുണ്ട് അങ്ങോട്ട്. അതിലേ പോയി അവിടെ നിന്നുള്ള ആളുകളെല്ലാം ഇങ്ങോട്ട് ഇവാക്യുവേറ്റ് ചെയ്ത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നു. ഇവിടെ സ്റ്റേ ചെയ്തു. പക്ഷേ ഇവിടെ നിൽക്കുമ്പോഴും വീണ്ടും ഈ സൗണ്ടും കാര്യങ്ങളും വന്നപ്പോൾ വീണ്ടും കൂടുതൽ പാനിക്കായി. അപ്പോഴും ഇവിടെ പെട്ടെന്ന് കറണ്ട് പോയി, പിന്നെ ഡാർക്കായി, മൊബൈലിൻ്റെ ലൈറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് നിങ്ങളെല്ലാം വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് അവർ വിളിച്ചുകൊണ്ടിരുന്നത്. അതെ. ആ വിളിയിൽ ആ പരിഭ്രമം വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ട്രൂ വാലി റിസോർട്ട് മനോഹരമായ റിസോർട്ടാണ് ഈ ഭാഗം. പക്ഷേ ഇവിടെ സാധാരണ വീക്കെൻഡൊക്കെ ആകുമ്പോൾ ആളുകൾ എവറി ഡേ നമുക്ക് ആളുകളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്പോൾ മഴേൻ്റെ നമ്മുടെ സ്റ്റാഫ് ഇവിടെ ആരെങ്കിലും പെട്ടോ? ഇല്ല, കാരണം നമ്മൾ ഇവിടെ ഗസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് സ്റ്റാഫെല്ലാം ലീവ് ആയിരുന്നു. നമ്മുടെ സ്റ്റാഫ് നമ്മളിവിടുത്തെ മാനേജർ സ്കൂളിൽ ഇല്ല, ചൂരൽമല സ്കൂളിൻ്റെ ആ റോട്ടിലുണ്ടായിരുന്ന ഇവിടുത്തെ മാനേജർ പോയി. പിന്നെ നമ്മളുടെ ചൂരൽമല സ്കൂളിൻ്റെ അവിടെ ആയിരുന്നു അയാളുടെ വീട്. ഇതാണ് നമ്മുടെ മാനേജറാണ് പുള്ളി. അദ്ദേഹം പോയി. അത് കിട്ടിയോ? ബോഡി കിട്ടിയോ? കിട്ടി. അതൊക്കെ ഇനീഷ്യൽ സ്റ്റേജിലാണ് കിട്ടിയത് നമുക്ക്. ഒരുപക്ഷെ ഇവിടെ ഡ്യൂട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ സേഫ് ആയിരുന്നേനെ. യെസ്, തീർച്ചയായിട്ടും. നിങ്ങളുടെ സുഹൃത്തല്ലേ അദ്ദേഹം? എനിക്ക് മനസ്സിലായത്. ഒരു ചില സമയത്തെ നമുക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. കാരണം ഈ സ്ഥലത്ത് അവർ ടൂറിസ്റ്റുകളെ എടുത്തിരുന്നെങ്കിൽ ആ മാനേജർ ഇവിടെ കണ്ടേനെ. അവധി കൊടുത്ത് വീട്ടിൽ പോയപ്പോൾ ആ വീട് ദുരന്തം കൊണ്ടുപോയി. ഈ നിൽക്കുന്ന സ്ഥലത്താണ് നേരത്തെ ടി വി പ്രസാദ് എന്ന് റിപ്പോർട്ട് ചെയ്തത് അല്ലേ? ഇവിടുന്ന്. ഓക്കെ. ആ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ആ സ്ഥലത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്കതിൻ്റെ ഒരു ഭീകരത മനസ്സിലാവും. അത് മനോഹരമായൊരു പ്രദേശമാണിത്. ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ വേറെ പ്രകൃതിക്ക് വലിയ ദോഷം ഉണ്ടാകുന്ന ലാൻഡ്സ്കേപ്പിംഗ് എന്താ പറയുക, ഇതേ ഒന്നുപോലും നമ്മളിതിൻ്റെ പേര് ട്രീ വാലി എന്നാണ്. അതായത് ഒരു മരത്തിൻ്റെ ചില്ല പോലും വെട്ടാണ്ട് അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട്, അതാണല്ലോ ആളുകൾക്ക് വേണ്ടത്. അത് അങ്ങനെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ബ്രിഡ്ജ് കടന്ന് ഇങ്ങോട്ട് വന്നാൽ പ്രേക്ഷകർക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഒരു ഉദ്ഭവസ്ഥാനം, പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നതിൻ്റെ ഒരു കൃത്യം പൊസിഷൻ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞതാ അവിടെയാണ്, ആ മുകൾ ഭാഗത്തായിട്ടാണ് ഈ ഉരുൾ പൊട്ടിയിരിക്കുന്നത്. നോക്കൂ, അത്രയും ദൂരെ നിന്ന് അവിടെ നിന്ന് തുടങ്ങിയതാണ് അല്ലേ? നിങ്ങളിവിടെ നിന്ന് പിന്നെ പകൽ വന്ന് നോക്കിയോ? ഈ രാത്രി വന്ന് നോക്കിയോ? ഈ സ്ഥലത്തേക്ക് ഇറങ്ങിയോ നിങ്ങൾ? അവർ അവിടെ വരെ വന്നു. കാരണം അവർ വിചാരിച്ചെല്ലാം പോയിട്ടുണ്ടെന്നാണല്ലോ. ഇത് ഡാർക്കാണ്, ഇവിടെ ഒന്നും കാണുന്നില്ല. പിന്നെ ഈ ഇനീഷ്യൽ പൊട്ട് കഴിഞ്ഞതിന് ശേഷം ഇവിടെ വെളിച്ചം വന്നു. അതായത് ഈ അത്രയും ഡാർക്കായിട്ടുള്ള സീനിൽ പോലും ഒരു വെളിച്ചം വന്നു. കാരണം ഇവിടെ എല്ലാം വീടുകളായിരുന്നു. ഈ കാണുന്നതെല്ലാം വീടുകളാണ്. ഈ സൈഡിൽ ഇവിടെ വീടുകളുണ്ടായിരുന്നു. കംപ്ലീറ്റ് ഈ വീടെല്ലാം പോയില്ലേ?
ഇതെല്ലാം വീടുകളാണ്. ഇവിടെ എത്ര വീടുണ്ടാവുമായിരിക്കും? ഇവിടെ ഒരു 150+ വീടുകളുണ്ട്. 150 വീട് ഇവിടെ മാത്രമോ? അതെ, ഇവിടുന്ന് ഈ അതാ വീട് കണ്ടത് അവിടെ, ഈ വീട് മുതൽ ഇപ്പൊ നമ്മളെ സ്കൂളില്ലേ അതെ, സ്കൂളിന്റെ അതുവരെ 143 ആളുകളാണ് പോയത്. ഇതിന് താഴെയല്ല ഇത്. അപ്പം ഈ പുഴ എവിടെയാണ് പോയിക്കൊണ്ടിരുന്നത്? പുഴയായിരുന്നു ആ ചെറിയ ഈ ആദ്യം ഒരു പുഴ പോലെ കാണുന്നുണ്ടല്ലോ, അതിന്റെ തൊട്ടപ്പുറത്തുള്ള അതായിരുന്നു ആക്ച്വലി മുമ്പുണ്ടായിരുന്ന പുഴ. ഇപ്പോൾ ചെറിയൊരു പുഴയായിരുന്നു അതിങ്ങനെ ഒഴുകി പോവുകയായിരുന്നു. ഈ റോഡ് ഇങ്ങനെ ഉണ്ടായിരുന്നു, ഇവിടെ ഇങ്ങനെ റോഡ് വന്ന് ഇങ്ങനെ വളഞ്ഞ അവിടെ കുറച്ച് വീടുകൾ കാണുന്നുണ്ട്. അത് അവർ സേഫാണ്. അവിടുത്തെ ആളുകളൊക്കെ ഇങ്ങോട്ട് പുഞ്ചിരിമട്ടം അവിടെ ഒരു പാലം ഉണ്ടായിരുന്നു അപ്പുറത്തേക്ക്. ആ പാലം ഇപ്പോൾ ഇല്ല. അവിടുന്ന് മുതൽ നമ്മൾ ഈ പറഞ്ഞ മുണ്ടക്കൈ പുഴ പള്ളിയില്ലേ, ഇവിടെയാണ് മുണ്ടക്കൈ പള്ളി, അതുവരെയുള്ള സ്ഥലത്താണ് ഇവർ ഈ 150 വീട് പറയുന്നത്. അവിടുന്നാണ് ഈ വീടുകൾ തുടങ്ങുന്നത്. നമ്മൾ പുഞ്ചിരിമട്ടം എന്ന് പറഞ്ഞ റിപ്പോർട്ട് ചെയ്തില്ലേ, അത് അവിടുന്നാണ് തുടങ്ങുന്നത്. ആ സൈഡിലുള്ളത് പൂർണ്ണമായി അങ്ങോട്ടേക്ക് ഇല്ലാതെ. ഇതാണ് നമ്മൾ ആദ്യം പ്രഭവ കേന്ദ്രം കാണുന്ന സ്ഥലത്തെത്തിയ സ്ഥലം ഇതായിരുന്നു. നോക്കൂ, അപ്പുറത്തെ വീട് ബാക്കി നിൽക്കുന്നത് അതൊക്കെ പൊളിഞ്ഞു പോയില്ലേ? ആ ഭാഗത്ത് കുറേ പോയി. അവിടെ കുറേ പേര് കൂടി. അതിനുള്ളിൽ കുറച്ച് വീടുണ്ടോ? ആ സൈഡിൽ കുറച്ച് വീടുകളുണ്ട്, പക്ഷെ അത് സേഫായി. അവർ സേഫായി. ഇതിപ്പോൾ നമ്മുടെ ആ കരിങ്കല്ലുള്ള ഭാഗത്ത് ഒരു 15-20 മീറ്ററുള്ള ഒരു കുഞ്ഞരുവിയായിട്ട് ഇങ്ങനെ വരികയായിരുന്നു. അതാണ് ഇങ്ങനെ വീതി കൂടി അത് അത്രയും ഭാഗത്ത്, അതായത് ഫസ്റ്റ് അവിടെ നിന്ന് തുടങ്ങുന്ന സമയം 1:30 ആകുമ്പോൾ സമയത്ത് തന്നെ ഈ വീടുകളെല്ലാം പോയി കാണും. പല വീടുകളും പോയി അല്ലേ? ഓക്കെ, അതാണ് ആ കാഴ്ചയുടെ ഒരു ഭീകരത. ഇവിടെ നിൽക്കുമ്പോഴാണ് കാണുക. ആ കാണുന്ന സ്ഥലമാണ് പുഞ്ചിരിമട്ടം എന്ന് പറയുന്നത് അല്ലേ? പുഞ്ചിരിമട്ടം. ഇവിടെ ഒരു എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു, പുഞ്ചിരി എസ്റ്റേറ്റ് എന്നാണ് എൻ്റെ പേര്. അങ്ങനെ ആ എസ്റ്റേറ്റെല്ലാം പോയി. എസ്റ്റേറ്റ് അങ്ങോട്ട് അവിടെ ഒരു ചെറിയൊരു വീടും ബംഗ്ലാവൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ബംഗ്ലാവ് ഉണ്ടായിരുന്നു. അവിടെ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു നേരത്തെ? വെള്ളച്ചാട്ടമൊന്നുമില്ല അവിടെ അപ്പം വെള്ളം വീഴുന്നത് എനിക്കൊന്ന് പ്രഷർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റും. അവിടെ ഒരു വെള്ളം ഇങ്ങനെ കുത്തിയൊഴിച്ച് വരുന്നുണ്ടല്ലേ? അവിടെ എന്തായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത്? ഒന്നുമില്ല. ഇതെല്ലാം വീടുകളാണ്. രണ്ട് സൈഡിൽ ഒരു റോഡുണ്ട്, പഞ്ചായത്തിന്റെ റോഡുണ്ട്. അതിന്റെ രണ്ട് സൈഡിലും വീടുകൾ, രണ്ട് സൈഡിലും വീട്. എൻ്റെ ബ്രദറിന്റെ വീടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ബ്രദറിന്റെ വീടോ? ബ്രദർ സേഫാണ്. ബ്രദർ തലേദിവസം മഴ പെയ്തപ്പോൾ ബ്രദർ ഒമാനിൽ വർക്ക് ചെയ്യുന്നതാ. പുള്ളി എന്ത് ചെയ്തു, വൈഫിനൊക്കെ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ വീട്ടുകാർ അവിടെ ഉണ്ടായിരുന്നു. അബ്ദുൾ റസാഖ് എൻ്റെ ബ്രദറാണ്. അബ്ദുൾ റസാഖ് എൻ്റെ ബ്രദറാണ്. പുള്ളി അവൾ മദ്രസിന്റെ അവിടെ തറവാട്ടിലേക്ക് പോയി. ഇല്ല, എൻ്റെ വീട്ടിൽ ആർക്കൊന്നും പറ്റില്ല. കുറെ വീട് പോയി. മാനേജർ അനസ്. മാനേജർ പോയി. നൈറ്റ് വാച്ച്മാൻ ഉണ്ടായിരുന്നു. അവൻ എല്ലാ ദിവസവും ഇവിടെ രാത്രി ഇവിടെയാണ് കിടക്കുക. അന്നത്തെ ദിവസം ഇവിടെ ഗസ്റ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് പുള്ളി എന്ത് ചെയ്തു, അങ്ങോട്ട് പോയി. പുള്ളിയും പുള്ളീൻ്റെ വൈഫ്, 2 മക്കള്, പുള്ളീൻ്റെ വാപ്പ ഉമ്മ, അത് എല്ലാവരും പോയി. ഒരു എന്താ പറയുക, നോക്കൂ, ആ സ്ഥലത്ത് ഒരു വീടുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു മേൽവിലാസം പോലും ഒരു സൂചന പോലും ഇല്ല. സാധാരണ വീടിൻ്റെ എന്തെങ്കിലും കാണണ്ടേ? അപ്പോൾ എനിക്കൊന്ന് ആദ്യത്തെയും രണ്ടാമത്തേയും പൊട്ട് മൊത്തം ഒഴുക്കിക്കൊണ്ടൊക്കെ പോയി. ആദ്യത്തെ പൊട്ടി കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് കരച്ചിൽ കേട്ടിട്ടുണ്ട്. അപ്പോൾ യൂണിസും ടീം അങ്ങോട്ട് ഇറങ്ങി ഓടി. അവർ അങ്ങോട്ട് എത്തിയപ്പോൾ എത്ര വരെ ചളിയായി. അവർക്ക് അങ്ങോട്ട് പറ്റുന്നില്ല. അവർ കാണുന്നുണ്ട് കരയുന്നതെല്ലാം. പിന്നെ അവർ അങ്ങോട്ട് പോകാൻ പറ്റാതെ കുറച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത പൊട്ട് വന്ന് കംപ്ലീറ്റ് വാനിഷായിപ്പോയി. കംപ്ലീറ്റ് സ്മാഷ് ഔട്ട് ആയിപ്പോയി. ഇനിയിപ്പോൾ ഇതിലുള്ളൊരു പ്രശ്നം, ഇനിയിപ്പോൾ ഇവർക്ക് ഇവിടെ താമസിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടേക്ക് ഇനി ആക്സസ് ഇല്ല. ഇവിടെ നിന്നേക്കാണ് ആ മുണ്ടക്കയിൽ നിന്ന് വരുന്ന റോഡ് ഉണ്ടായിരുന്നു. റോഡ് പോയി. ആ റോഡ് പൂർണ്ണമായി പോയി. ആകെ ഉള്ളത് നമ്മുടെ ഈ ട്രീ വാലിയിലേക്ക് ഇവിടം വരെ വരുന്ന റോഡാണ്. ഇത്ര വരെ ഉള്ളൂ, മാത്രമേ ഉള്ളൂ. കുറച്ചും കൂടി ഉണ്ട്. അത് പക്ഷേ പ്രൈവറ്റ് റോഡാണ്. ഇവരുടെ ഈ സ്ഥലത്തെ പോകുന്ന റോഡാണ്. അതായത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ആക്സസ് നഷ്ടപ്പെട്ടു. KSEB മുഴുവൻ. ഇനി ആ വീട്ടിലുള്ളവർ ഏത് വഴി പോകും? അപ്പോൾ ഇപ്പോൾ ഇതാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇപ്പോൾ ആൾക്കാരുണ്ടോ? അവിടെ താമസക്കാരെല്ലാവരും ഒഴിഞ്ഞു പോയി ക്യാമ്പിലൊക്കെ ഉള്ളത്. പക്ഷേ അവിടെയൊക്കെ വീടുകളുള്ള ആളുകളൊക്കെ ഇപ്പോൾ ക്യാമ്പിലും കാര്യങ്ങളിലാണ് ഉള്ളത്. അവിടേക്കുള്ള ആക്സസ്, ഇവിടെ റോഡ് ഉണ്ടായിരുന്നു, പഞ്ചായത്തിൻ്റെ റോഡ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് കാണുന്നില്ല. ഇപ്പോൾ ഇതിലാണ് ഒരു ആക്സസ്. ഏതിലെ? ഇതിപ്പോൾ അത് ഓപ്പണാണ്. അത് പ്രശ്നം നമ്മളെ നാട്ടുകാരാണല്ലോ. പക്ഷേ സാധാരണ നല്ല പ്രകൃതിരമണീയമായൊരു സ്ഥലമാണെന്ന് തോന്നുന്നു. എനിക്കൊന്നും ഈ സ്ഥലത്ത് കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യർ അല്ലെങ്കിൽ വീട്ടിലുണ്ടായിരുന്ന ആൾക്കാരുടെ അവസ്ഥയാണ് ശരിക്കും നമ്മൾ ആലോചിച്ചിട്ട് പിടികിട്ടാത്തത്. ഉറങ്ങിക്കിടക്കുന്ന സമയമാണ്. അല്ല, എനിക്ക് തോന്നുന്നതേ ഇവരിവിടെ നിന്ന് ഇത് ഇത്രയും അടയാളം പോലും ഇല്ലെങ്കിൽ പിന്നെ ഇവരുടെ ശരീരം ഇവിടെ നിന്ന് കിട്ടുമോ? അതില്ല. അതാണ് നിലമ്പൂരിൽ നിന്നാണല്ലോ. വെരി നെക്സ്റ്റ് മോർണിംഗ് നിലമ്പൂർ പുഴയിലൊക്കെയാണല്ലോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭീകരത അവിടെ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം വെച്ചാൽ എന്തായിരിക്കും ആ പാറേൻ്റെ ഒക്കെ സൈസ് നോക്കൂ, എത്ര സൈസുള്ള പാറ, എത്ര. അപ്പോൾ അതുപോലത്തെ ആയിരക്കണക്കിന്. ഇവിടെ ഈ പാറയേ ഉണ്ടായിരുന്നില്ലല്ലേ? വളരെ ഇത് ഗ്രീനറിയാണ്. ഇവിടെ നിന്നുള്ള വ്യൂവേ ഇല്ല. ഇവിടുന്ന് ഫുൾ ഗ്രീൻ. ഇപ്പോൾ അവിടെ എങ്ങനെയാണോ നിങ്ങൾ കാണുന്നത് അതുപോലെയാണ്. അതിൻ്റെ ഇടയിൽ വീടുകളായിരുന്നു. ഇങ്ങനെ സംഭവം ഇല്ല. ഇവിടെ തുറസായ പ്രദേശമല്ല. ആ റോഡ് പോലും ഇവിടുന്ന് കാണാൻ പറ്റില്ലായിരുന്നു. പേരറിയായിരിക്കുമല്ലോ ആൾക്കാരെല്ലാം. എല്ലാം നമ്മളെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ്, നമ്മളെ ബന്ധുക്കൾ. എൻ്റെ മൂത്തമാൻ്റെ മോനുണ്ടായിരുന്നു അവിടെ. മോന്, ഭാര്യ, 2 മക്കൾ. അവർ പോയി. അവർ ബോഡി പോലും ഇതുവരെ കിട്ടിയിട്ടില്ല. എല്ലാം വളരെ ക്ലോസ്. എവറി ഡേ നമ്മൾ കാണുന്ന ആളുകൾ.
ഈ പുത്തുമലയിൽ അന്ന് ഈ ദുരന്തം ഉണ്ടായപ്പോൾ അത് ഏത് ഭാഗത്തായിട്ട് വരും? അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്താണ് നിങ്ങൾ മേപ്പാടിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. ഇത് അതിന് മുകളിലാണ് ഇപ്പോൾ പൊട്ടിയിരിക്കുന്നത്. അതെ അതെ അതെ. പണ്ട് 1984 ഒരു പൊട്ടലുണ്ടായല്ലോ, അതെവിടെയായിരുന്നു? സെയിം അല്ല, ഞാൻ അന്ന് ആ ചിത്രം കാണിച്ചു. ഏകദേശം ഒരേ സ്ഥലത്താണ്. അതെ അതെ അല്ലേ? ഇനിയും പക്ഷേ മുകളിൽ നിന്ന് പൊട്ടി വരാനുള്ള സാധ്യതയുണ്ട് അല്ലേ? ഒരു കഷ്ണം വന്നിട്ടുള്ളൂ അല്ലേ? ലെഫ്റ്റ് സൈഡിലും ഇപ്പോൾ വന്നത് അതിന്റെ പകുതി സ്ഥലത്തു നിന്നാണ്. അത് കുറച്ചും കൂടി മുകളിലേക്കായിരുന്നെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇനിയുണ്ടല്ലോ കുന്നിന്റെ മുകളിലേക്ക്, കുറച്ചും കൂടി മുകളിലായിരുന്നെങ്കിൽ എന്നൊന്ന് ചിന്തിച്ചു. അത് പാറയാണോ ആ ഭാഗത്തൊക്കെ ഉള്ളത്? ഇത് നമ്മൾ ഇങ്ങനെ പുറത്ത് കളർ പാറ തന്നെയാണോ? അല്ല, ഇത് അത് പറയാം മുകളിൽ. അതുകൊണ്ടാണ് അത് പൊളിയാഞ്ഞത്. അതെ, ഇത് നമ്മളിതെല്ലാം കാണുമ്പോൾ ഫുള്ള് ഗ്രീനായി കിടക്കുകയാണ്. ഇതിൻ്റെ അകത്തുള്ളത് ഈ പോലുള്ള പാറയും ആയിരിക്കാം. നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രേക്ഷകർ കണ്ട സ്ഥലം. ഇനി നമുക്ക് താഴത്തെ ഈ ദൃശ്യം കൂടി ഒന്ന് കാണിച്ചു കൊടുത്താൽ അവിടെ നിന്ന് ഇങ്ങനെ പാൻ ചെയ്ത് നമുക്കിങ്ങനെ എടുത്താൽ നന്നായിരിക്കും. അതായത് ഈ ഉത്ഭവസ്ഥാനം പ്രേക്ഷകർക്ക് കാണുന്ന പുഞ്ചിരിമട്ടത്തിൻ്റെ മുകൾ ഭാഗം, അവിടെ നിന്ന് എട്ടാം നമ്പർ അല്ലേ, അതിന് പറയുന്ന പേര് പുഞ്ചിരിമട്ടം 8-ാം നമ്പർ. അങ്ങനെയാണ് ഡ്രൈവർ പറഞ്ഞത്. പുഞ്ചിരിമട്ടം 8-ാം നമ്പറാണ് ആ കൃത്യം പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത്. അവിടെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അവിടെ ജനവാസ കേന്ദ്രമല്ല. പക്ഷേ അതിന് തൊട്ട് താഴെ നമ്മൾ ഈ കാണുന്ന വീടുകൾ മുതലാണ് ജനവാസ കേന്ദ്രം ആരംഭിക്കുന്നത്. അവിടെ മുതൽ ഹണി ഇങ്ങനെ നമുക്കൊന്ന് പാൻ ചെയ്തെടുത്താൽ ഹണിയുടെ ക്യാമറയിലുണ്ട്. ഇതാ നോക്കൂ, ഇങ്ങനെ ഒഴുകി 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 വന്നിട്ട് ഈ ഭാഗത്ത് ധാരാളം വീടുകൾ, 180ഓളം വീടുകൾ ഉണ്ടായിരുന്നു. അപ്പുറത്ത് 2 കരകളിലുമായിട്ട്. അത് ഒരവശേഷിപ്പ് പോലും ഇല്ല എന്നുള്ളതാണ്. ഒരു സൂചന പോലും ഇല്ല ഒരു വീടുണ്ടായിരുന്നത്. നോക്കൂ, അതിനുശേഷം നേരെ പോകുന്നത് താഴേക്കൊഴുകി മുണ്ടക്കൈ വഴി നേരെ പോകുന്നത് ചൂരൽമലയിലേക്കാണ്. ഇവിടെ നിന്ന് ഒലിച്ചുപോയവരുടെ മൃതശരീരങ്ങൾ പലതും കിട്ടിയിരിക്കുന്നതാവട്ടെ ചാലിയാറിൽ നിന്ന് നിലമ്പൂർ ഭാഗത്താണ്. 10-30 കിലോമീറ്റർ അകലെയാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആഘാതം എത്രയുണ്ടെന്നറിയാം. ചില